അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും റമദാൻ മുബാറക്. അപ്പോൾ 2-3 ദിവസത്തെ റമദാൻ വിശേഷങ്ങളും കുക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ കുറേ ദിവസമായി നമ്മുടെ ലഞ്ച് നാടൻ മീൽസൊക്കെ ഉണ്ടാക്കിയിട്ട് റമദാൻ ആയതുകൊണ്ട് തന്നെ അപ്പോൾ ഏതെങ്കിലും ഒരു 2-3 ദിവസം ഞാൻ ചോറും കറിയൊക്കെ ആക്കലുണ്ട്. അപ്പോൾ എനിക്ക് ഏതെങ്കിലും ഒരു ഫുഡ് മതിയാവും കേട്ടോ മെയിൻ മെനു ആയിട്ട്. കാരണം ഇവിടെ ആർക്കും ചോറ് വേണ്ട, ഞാനാണ് കേട്ടോ നാടൻ ഫുഡിൻ്റെ ആൾ. അപ്പോൾ ഇന്ന് എന്തായാലും നാടൻ മീൽസ് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഹാസിമിനെ ഹാറും പോയിട്ട് പ്ലേ സ്കൂളിൽ നിന്നൊക്കെ വിളിച്ചുകൊണ്ട് വന്നിട്ട് 2 പേരും കൂടി ഇരുന്ന് TV കാണുന്നുണ്ട്. ഹംദാൻ പുറത്ത് പോയേക്കാണ് കേട്ടോ, ട്യൂഷന് പോയേക്കുവാണ്. അങ്ങനെ ഞാൻ കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ കുത്തിരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നന്നായിട്ട് കഴുകി അതൊന്ന് അടുപ്പത്തേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതേപോലെ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് നിന്ന് ഉന്നക്ക വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഫ്രോസൺ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ദുബായിലെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ, വേറും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ടെൻഷൻ അടിച്ച് നടക്കുന്ന കുറച്ച് സമയങ്ങളായിരുന്നു കേട്ടോ. പിള്ളേർക്ക് വെക്കേഷനും കാര്യങ്ങളൊക്കെ ആവാറായി. അപ്പോൾ എക്സാമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരുപാട് പേര് നാട്ടിൽ പോകാനൊക്കെ ടിക്കറ്റ് എടുത്ത് വെയിറ്റിംഗ് ഒക്കെ ആയിരുന്നു. ആ ഒരു സമയത്താണ് ഈ ഒരു ന്യൂസും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു 2 ദിവസം ഭയങ്കര അലേർട്ടും പേടിക്കുന്ന സംഭവങ്ങളും ഒക്കെ ആയിരുന്നു. അപ്പോൾ എല്ലാവരും ആദ്യം ചെയ്തത് കുറച്ച് ഫുഡ് ഐറ്റംസ് കൂടുതൽ വാങ്ങി വെക്കാന്നുള്ളതാണ്. കാരണം ഫുഡ് ഐറ്റംസ് പെട്ടെന്ന് തീരും, അതിനുള്ള ചാൻസ് ഉണ്ട്. കാരണം എയർപോർട്ടും കാര്യങ്ങളൊക്കെ ക്ലോസ് ചെയ്തു. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഫുഡിനൊക്കെ ക്ഷാമം വരുമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ബൾക്കായിട്ട് സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു, ഇനി എന്തെങ്കിലും ഇഷ്യൂസൊക്കെ വന്നാലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അന്ന് കുറച്ച് പ്രോൺസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഫിഷ് തലക്കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട് പ്രോൺസ് നന്നാക്കി എടുക്കുമ്പോൾ തന്നെ തല സെപ്പറേറ്റ് ആക്കി എടുത്ത് അതിൻ്റെ മോൾ ഭാഗത്തുള്ള ആ ഒരു തൊണ്ട് കളയണ്ട, ബാക്കിയുള്ള അതിൻ്റെ മുള്ളും ആ നീളത്തിലുള്ള സംഭവങ്ങളെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം. പിന്നെ പതിവ് പോലെ തന്നെ ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് കറി വെക്കുന്നത്. അപ്പോൾ ചെറിയുള്ളിയും പച്ചമുളകും ഇഞ്ചിയൊക്കെ നന്നായിട്ട് വഴറ്റി കറിവേപ്പിലൊക്കെ ഇട്ട് വഴറ്റി അതിലേക്ക് പൊടികളൊക്കെ ഇട്ട് പിന്നെ തേങ്ങാപ്പാൽ ഒഴിച്ച് ആദ്യം ചെമ്മീൻ്റെ തലയാണ് ഇട്ട് കൊടുത്തത്. പിന്നെ തിളച്ച് വരുമ്പോൾ ചെമ്മീനൊക്കെ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ കറി സെറ്റാക്കി എടുത്തു. ഇന്ന് ഞാൻ ഫ്രോസൺ ആയിട്ടുള്ള കട്ട്ലേറ്റാണ് കേട്ടോ വാങ്ങിയത്, ഗ്രാൻഡിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഉന്നക്ക ഹോം മെയ്ഡാണ് കേട്ടോ, എൻ്റെ ഫ്രണ്ട് ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ ഒരുപാട് പേര് റമദാനൊക്കെ ആയിട്ട് ഫുഡ് സെയിൽ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവളുടെ അടുത്തുനിന്ന് വാങ്ങിയതാണ് കേട്ടോ. അങ്ങനെ ഇത് ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയായി. തലേ ദിവസത്തെ ഡംപ്ലിങ് ലസാനിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഫുഡ് ബാക്കിയാവുന്നത് ഭയങ്കര സങ്കടമുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തലേ ദിവസത്തെ അപ്പോൾ എടുത്ത് ഞാൻ ചൂടാക്കി ഇവിടെ വെക്കാറുണ്ട്. പിന്നെ രാത്രി ഒരു 10 മണിയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ചോറും കറിയൊക്കെ ആകുമ്പോൾ ഭയങ്കര സന്തോഷമാണല്ലോ കഴിക്കാനായിട്ട്. അപ്പോൾ ബീൻസ് തോരനാക്കിയിട്ടുണ്ടായിരുന്നു, വഴുതനങ്ങയും സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഫിഷ് കുറച്ചെടുത്ത് ഫ്രൈ ആക്കിയിട്ടുണ്ടായി, ചെമ്മീൻ. അതും മീനിൻ്റെ തലക്കറിയൊക്കെ കൂട്ടി നല്ലൊരു ലഞ്ച് മീൽസ് കഴിച്ചു രാത്രിയായപ്പോൾ. കുറേ ദിവസം എത്തുമ്പോൾ സത്യം പറഞ്ഞാൽ നല്ല കൊതിയാണ് കേട്ടോ മീൻ കഴിക്കാനായിട്ട്. അപ്പോൾ തലയിട്ട് കറി വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ തലയിൽ അത്യാവശ്യം കഴിക്കാനും ഉണ്ടാവും കേട്ടോ. അതിൻ്റെ തൊണ്ട് റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കടിച്ച് കഴിക്കാനും പറ്റും. അത്യാവശ്യം വലിയ ചെമ്മീനാണെങ്കിലാണ് കേട്ടോ ഇങ്ങനെ വെക്കാൻ പറ്റുന്നത്. നോർമൽ ചെറിയ ചെമ്മീനാണെങ്കിൽ തല നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത്രയൊക്കെ ആയിരുന്നു അന്നത്തെ റമദാൻ വിശേഷങ്ങൾ. ആദ്യത്തെ 2 ദിവസങ്ങളിൽ നമുക്ക് അലേർട്ടും കാര്യങ്ങളൊക്കെ കൂടുതലായിരുന്നു കേട്ടോ. ഓരോ ജെറ്റുകൾ പോകുമ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു അനക്കം ഉണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് അലേർട്ട് വരും. ഫോണിൽ അലേർട്ട് അടിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ സൗണ്ടൊന്നുമില്ല, നമുക്ക് നന്നായിട്ട് തന്നെ പേടിയാവട്ടെ. ഈ ഒരു അലേർട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാവും. അങ്ങനെ 2 ദിവസത്തോളം ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കമ്മ്യൂണിറ്റിയിലുള്ളവരാണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും ഫാമിലിയിലാണെങ്കിലും നാട്ടിൽ നിന്നാണെങ്കിലും അത്യാവശ്യം എല്ലാവരും വിളിച്ച് ചോദിക്കലും അന്വേഷണമൊക്കെ ആയിരുന്നു. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്കത് യൂസ്ഡായി, ഇതെങ്ങനെയാണ്. പിന്നെ നമ്മളത് ഒരുപാട് എഫക്റ്റ് ചെയ്യില്ല എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്ത് അങ്ങനെ മുന്നോട്ട് പോവുകയാണ് കേട്ടോ ചെയ്തത്. അങ്ങനെ പിറ്റേ ദിവസം പതിവ് പോലെ അസർ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. ക്ലീനിങ്ങിൻ്റെ ഇടയിൽ തന്നെ എന്താണോ ആക്കുന്നത് അത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് നമ്മുടെ ബട്ടർ ചിക്കനും ഭട്ടൂരയാണ്. അപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് വെള്ളം പോകാൻ വേണ്ടിയിട്ട് സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഭട്ടൂരയ്ക്കുള്ള മാവ് ഒന്ന് കുഴച്ച് വെക്കണം. ഭട്ടൂരൊക്കെ നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 3-4 മണിയൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കുഴച്ച് വെക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ആദ്യം ഈസ്റ്റ് പൊങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ
അതിനായിട്ട് ഒരു ബൗളിൽ 1 ടീസ്പൂൺ ഈസ്റ്റും 1 ടീസ്പൂൺ ഷുഗറും എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഇളം ചൂടുള്ള പാല് 1 കപ്പ് ഇട്ട് അത് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് പൊങ്ങാൻ വേണ്ടിയിട്ട് വെക്കുക. ഈസ്റ്റ് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് വെക്കുക. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് അതിലേക്ക് ഒരു 4 കപ്പ് മൈദ ആഡ് ചെയ്യുക. പിന്നെ അതിലേക്ക് 4 ടേബിൾ സ്പൂൺ തൈര്, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ഓയിൽ വേണമെങ്കിൽ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുമ്പോൾ നന്നായിട്ട് കയ്യിൽ ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ ഓയിൽ വേണമെങ്കിൽ മിക്സ് ചെയ്ത് കയ്യിൽ തേച്ച് കൊടുത്താൽ മതി. നന്നായിട്ട് കുഴച്ച് മൂടി വെച്ചാൽ മതി. നന്നായിട്ട് തന്നെ പൊങ്ങി വരും. അപ്പോൾ ഒരു 3-4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. അപ്പോൾ ബട്ടർ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി ചിക്കൻ നന്നായിട്ട് ഞാൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ആവശ്യത്തിന് വിനീഗർ, കാശ്മീരി ചില്ലി പൗഡർ, ജിഞ്ചർ ഗാർലിക്, തൈര്, ഉപ്പ്, പിന്നെ മഞ്ഞൾപ്പൊടി, ഇത്രയാണ് കേട്ടോ തേച്ച് വെക്കുന്നത്. അതും കുറച്ച് നേരം മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ സവാളയും തക്കാളിയും കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അരയ്ക്കാനുള്ളതുകൊണ്ട് തന്നെ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. പണ്ടൊക്കെ കുറേ നേരം കിച്ചണിൽ നിന്നാലും അങ്ങനെ വേദനയൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ കുറേ നേരം കിച്ചണിൽ നിന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര കാൽവേദനയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഇരുന്ന് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഡൈനിങ് ടേബിളിൻ്റെ അവിടെ വന്നതാണ്. അപ്പോൾ ഒരു 1.25 കിലോ ചിക്കനാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അതിനൊരു 3 സവാളയും 2 തക്കാളിയാണ് എടുക്കുന്നത്. അപ്പോൾ തക്കാളി എൻ്റെ അടുത്ത് ഒരെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇനി ഒരെണ്ണം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് കിട്ടുന്ന അനുസരിച്ച് മിക്സിയുടെ ജാറിലൊന്ന് അരച്ചെടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അല്ലെങ്കിൽ അതേപോലെ തന്നെ കട്ട് ചെയ്തിടാമെന്നാണ് വിചാരിക്കണേ. അങ്ങനെ പാനിൽ ഓയിലും ബട്ടറും മിക്സ് ചെയ്ത് ഒഴിച്ചിട്ടാണ് കേട്ടോ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഒരുപാട് ഫ്രൈ ഒന്നും ആവണ്ട, ഒന്ന് കളറ് മാറി ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. എന്നിട്ട് അതിലേക്ക് തന്നെ സവാളയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്ത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ വഴറ്റിയെടുക്കുമ്പോൾ പച്ചമുളകൊക്കെ ഒരു 3-4 എണ്ണമൊക്കെ ഇടുന്നുണ്ടെങ്കിൽ നമ്മൾ പേസ്റ്റാക്കി അരയ്ക്കൂലേ, അപ്പോൾ അതിൽ നിന്ന് കുറച്ച് മാറ്റാൻ വേണ്ടി ശ്രദ്ധിക്കണം. കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ അത് പേസ്റ്റ് ആക്കുമ്പോൾ എരിവ് കൂടുതലായിരിക്കും കേട്ടോ, നല്ല എരിവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതനുസരിച്ച് ശ്രദ്ധിച്ചെടുത്താൽ മതി. അപ്പോൾ വഴറ്റുമ്പോൾ ഗ്രീൻ ചില്ലി ഇടുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് പേസ്റ്റ് ആക്കുമ്പോൾ അതൊന്ന് അതിൽ നിന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഭയങ്കര സ്പൈസി ആയി പോട്ടെ. സത്യം പറഞ്ഞാൽ നല്ല മടിയായിരുന്നു കേട്ടോ. ഞാനൊരു അവക്കാഡോ ജ്യൂസ് മാത്രമാണ് അടിച്ചത്, പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. സ്നാക്സും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്യാൻ കേട്ടോ ചെയ്തത്. പിന്നെ ബട്ടൂര കുഴയ്ക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഒരു ടാസ്ക്കാണ് കേട്ടോ. എനിക്കെപ്പോഴും കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാനെപ്പോഴും ഡബിൾ ക്വാണ്ടിറ്റിയാണ് കേട്ടോ ബട്ടൂരൊക്കെ എടുക്കാറ്. 2 കപ്പ് പാലിന് 8 കപ്പ് എന്നുള്ള രീതിയിൽ ഒരു 250 ml ബൗള്, നമ്മൾ കേക്കിന് മൈദയൊക്കെ എടുക്കുന്ന ആ ഒരു ബൗളിലുള്ള അളവിലാണ് എടുക്കാറ്. അപ്പോൾ ഇരട്ടി എടുത്തപ്പോൾ തന്നെ കുറച്ച് പണി കൂടുതലായിപ്പോയി. പിന്നെയും മൈദയൊക്കെ ആഡ് ചെയ്യേണ്ട വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ ആ ഒരു ഫസ്റ്റത്തെ അളവിൽ തന്നെ നമുക്ക് കറക്റ്റ് ആയിരിക്കും. അത് പൊങ്ങി വരും, എന്തായാലും നല്ല ഡബിൾ ക്വാണ്ടിറ്റി ആയിട്ട് വരും. അതുകൊണ്ട് തന്നെ എനിക്കിതൊരു 3 ദിവസത്തേക്ക് ഉണ്ടായിരുന്നു കേട്ടോ ബട്ടൂര. ഒരുപാട് ബാക്കിയായി. അപ്പോൾ അതുകൊണ്ട് ഞാൻ മാവ് കുറച്ചെടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് അങ്ങനെ പിറ്റേ ദിവസം എടുക്കുകയാണ് ചെയ്തത്. ഇത് നമുക്ക് പള്ളിയിൽ നിന്ന് കിട്ടിയ ബിരിയാണിയാണ് കേട്ടോ. നമ്മുടെ പള്ളിയിൽ എല്ലാ ദിവസവും ബിരിയാണി കിട്ടിക്കൊണ്ടിരുന്നതാണ്. പക്ഷേ ഈ ഒരു തവണ വ്യാഴം വെള്ളി ശനി അങ്ങനെ 3 ദിവസങ്ങളിലേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ദിവസങ്ങളിൽ അംദാനും ഹാറൂനും പള്ളിയിൽ നിന്നാണ് കേട്ടോ നോമ്പ് ഇറക്കുക ഫ്രണ്ട്സിൻ്റെ കൂടെ. അങ്ങനെ നോമ്പ് തുറന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്കും കൂടിയുള്ള ബിരിയാണിയൊക്കെ ആയിട്ട് ഹാറൂം വന്നതാണ്. അങ്ങനെ നോമ്പുറയും മഗ്‌രിബ് നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു ചായയൊക്കെ കുടിച്ചു. അതിനുശേഷം ബാക്കി പണികളിലേക്ക് കടന്നിട്ടുണ്ട്. ബട്ടർ ചിക്കൻ്റെ മസാലയിൽ ഒഴിവാക്കാൻ പറ്റാത്തതാണ് കേട്ടോ നട്ട്സ്. അപ്പോൾ സവാളയും തക്കാളിയൊക്കെ വഴറ്റുന്ന സമയത്ത് ഒരു 10-15 നട്ട്സ് നിർബന്ധമായിട്ട് ഇട്ടിട്ടുണ്ടാവണം, എന്നാലാണ് നമുക്ക് ഈ ഒരു തിക്നെസ്സിൽ കിട്ടുക. എന്നിട്ട് അത് ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്ത്, നമ്മുടെ അരച്ച മസാല പാനിലേക്ക് ഇട്ട് കൊടുത്ത്, ഫ്രൈ ചെയ്ത ചിക്കനും ഇട്ട് കൊടുത്ത്, പിന്നെ അതിലേക്ക് 2-3 കാര്യങ്ങളും കൂടി ആഡ് ചെയ്യണം. ഫ്രഷ് ക്രീമും ആഡ് ചെയ്യണം, അതേപോലെ കസൂരി മേത്തി, കുറച്ച് ഷുഗർ ആഡ് ചെയ്യണം, ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് 10-15 മിനിറ്റ് തിളപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബട്ടർ ചിക്കൻ റെഡിയാവും. അങ്ങനെ അതിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടാണ് ഇതേ ബട്ടൂര വന്നത്. നോക്കിയപ്പോൾ സത്യം പറഞ്ഞാൽ നല്ല ഡബിളായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് ഞാൻ കുറച്ച് നേരം കൂടി അടച്ചു വെച്ചു. ഞാൻ ചോദിച്ചപ്പോൾ ഇവിടെ ആർക്കും മെയിൻ ഫുഡ് ഇപ്പോൾ വേണ്ടാന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ എല്ലാവരും കഴിക്കുന്ന സമയമാകുമ്പോൾ ചൂടനെ ചുട്ടു കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ തറാവയും ഇശാസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് കിച്ചണിലേക്ക് വന്നത്. അപ്പോൾ അതൊന്നും കൂടി സെറ്റായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോരുത്തർക്കും ആവശ്യത്തിന് മാത്രം ബട്ടൂര എടുത്തിട്ട് ഓരോ ചെറിയ ബൗൾ എടുത്തിട്ട് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ നമ്മൾ പരത്തുന്നതിന് മുമ്പ്. എന്നിട്ട് ചെറിയൊരു ബൗളെടുത്ത് നന്നായിട്ട് പരത്തി അത് 4ആയിട്ട് കട്ട് ചെയ്ത് ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കുക.
അപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അത്യാവശ്യം പണിപ്പെട്ട് ഈ ബട്ടൂരൊന്ന് സെറ്റായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ഞാൻ എടുത്ത ക്വാണ്ടിറ്റി ഡബിൾ ആയതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതലായിപ്പോയി എന്ന് വേണം പറയാനായിട്ട്. അങ്ങനെ ഞാൻ ഇന്നത്തേക്ക് ആവശ്യമുള്ള മാത്രം ബട്ടൂര ഫ്രൈ ചെയ്ത് കാസറോളിലേക്ക് ആക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയമാകുമ്പോഴത്തേനും ആസിമ ബഹളം തുടങ്ങും കേട്ടോ, പാർക്കിൽ പോകാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ അതൊരു റുട്ടീൻ പോലെ ആയിട്ടുണ്ട്. ഒരു 9 മണി 9:30 സമയമൊക്കെ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ പാർക്കിൽ പോയി കുറേ നേരം സൈക്കിൾ ഓട്ടി ആൾക്ക് നടക്കണം. അപ്പോൾ കുറച്ച് വാശിയും കരച്ചിലൊക്കെ തുടങ്ങി. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഒരു പണി കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഇക്ക ജിമ്മിലാണ്. പിള്ളേർ തറാവിയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം കളിയൊക്കെ കഴിഞ്ഞിട്ടേ തിരിച്ച് വരുള്ളൂ. അങ്ങനെ ഹാസിമിനെ ആയിട്ട് പോയി. ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ കുറച്ച് നേരം ഇരുന്ന് ഒരു ജ്യൂസൊക്കെ കുടിച്ച് പിന്നെ ഒരു 11:30 മണിയൊക്കെ ആയിട്ടാണ് തിരിച്ച് വന്നപ്പോൾ. അപ്പോൾ രാത്രി ഞാൻ എപ്പോഴും മെയിൻ ഫുഡ് കഴിക്കുമ്പോൾ ഒരു 12 മണിയൊക്കെ ആവും. അപ്പോഴത്തേനും ബട്ടൂര ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ടുണ്ടായിരുന്നു. എപ്പോഴും ബട്ടൂര കഴിക്കുമ്പോൾ നല്ല ചൂടനെ കഴിക്കുന്നതാണ് കേട്ടോ അതിൻ്റെ ഒരു ടേസ്റ്റ്. ഓവനിൽ വെച്ചാലും ആ ഒരു ഫ്രഷ്നെസ് കിട്ടില്ല. എന്നാലും വെറുതെ കഴിക്കാനാണെങ്കിലും ബട്ടൂര പ്രത്യേക ഒരു ടേസ്റ്റാണ്. പക്ഷേ അതിൻ്റെ കറിയുടെ കോമ്പിനേഷൻ എപ്പോഴും ബട്ടർ ചിക്കനാണ് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തോ, അടിപൊളിയാണ്. പ്രത്യേകിച്ച് നോമ്പിന്. പുറത്ത് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആളുകൾ പുറത്തേക്ക് ഇറങ്ങുന്നതിനൊന്നും ഇവിടെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ. എല്ലാവരും യൂഷ്വലായിട്ട് തന്നെ ഓഫീസുകളിൽ പോകുന്നവരാണെങ്കിലും പോകുന്നുണ്ട്, പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ഹോട്ടലുകളിലും എവിടെയാണെങ്കിലും ആളുകൾക്ക് അങ്ങനെ കുറവൊന്നുമില്ല. പിന്നെ ചില സ്ഥലങ്ങളിൽ അതായത് റമളാനൊക്കെ ആകുമ്പോൾ കരാമയിലൊക്കെ ഒരുപാട് പാട്ടും പരിപാടികളും ഫുഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് ആളുകൾ കൂടുന്ന സംഭവങ്ങളൊക്കെ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അതല്ലാതെ ആളുകൾ സാധാരണ ആവശ്യങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങുന്ന കാര്യങ്ങൾക്കൊന്നും യാതൊരു കുറവുമില്ല. യൂഷ്വലായിട്ട് തന്നെ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. പക്ഷേ റൂൾസും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. നമുക്ക് അലേർട്ട് വരുമ്പോൾ അലേർട്ടായിട്ട് തന്നെ ഇരിക്കുക. വീട്ടിലിരിക്കേണ്ട സമയത്ത് വീട്ടിലിരിക്കുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് ശ്രദ്ധിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് അടുത്ത ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു ബട്ടൂര അത്യാവശ്യം ബാക്കി വന്നത് ഞാൻ മാവ് അങ്ങനെ തന്നെ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ എടുത്ത് വെക്കുമ്പോൾ നന്നായിട്ട് എയർ ടൈറ്റ് ചെയ്ത് തന്നെ ഫ്രിഡ്ജിലേക്ക് വെക്കണം കേട്ടോ. അതല്ലെങ്കിൽ അത് ചീത്തയായിട്ട് പോവും. അതല്ലെങ്കിൽ മോൾ ഭാഗത്ത് ചെറിയൊരു കട്ടിയായിട്ടൊരു സംഭവം വരും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും മാവ് ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു പാത്രത്തിലെടുത്ത് വെക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നും തട്ടിക്കൂട്ട് നോമ്പേറെയാണ്. അപ്പോൾ അത്യാവശ്യം ബ്രസ്റ്റ് പീസ് ഫ്രീസറിൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊരു പീസ് ഞാൻ ഓൾറെഡി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് കുറച്ച് ഗാർലിക് പൗഡർ, ഒനിയൻ പൗഡർ, അതേപോലെ പാപ്രിക്ക, ഓയിൽ, പെപ്പർ, ചില്ലി ഫ്ലേക്സ് എല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കുറേ ദിവസമായി പാസ്ത ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഇത്തിരി പാസ്ത ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് പാസ്ത നേരത്തെ തന്നെ വേവിച്ച് വെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഊറ്റി വെച്ചിട്ടുണ്ട്. ഒരു 7-8 മിനിറ്റ് തിളച്ച വെള്ളത്തിലിട്ടിട്ട് വേവിച്ചെടുത്താൽ മതി. അതിലേക്ക് ഓയിലും സോൾട്ടും മാത്രമാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വൈറ്റ് സോസ് ഉണ്ടാക്കിയിട്ട് പാസ്ത ഉണ്ടാക്കാമെന്ന് വിചാരിക്കണം. അപ്പോൾ ആദ്യം തന്നെ നന്നായിട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ കുറച്ച് കൂടുതൽ ആഡ് ചെയ്യണം. അതിലേക്ക് ഗാർലിക് ഇട്ട് നന്നായി വഴറ്റി ഒനിയൻ വേണമെങ്കിൽ ആഡ് ചെയ്യാൻ ഞാൻ ഇട്ടിട്ടില്ല. ക്യാരറ്റ് നീളത്തിൽ അരിഞ്ഞിട്ട് അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് വഴറ്റി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് തന്നെ ഞാൻ മൈദപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. പിന്നെ നമ്മുടെ പാലൊഴിച്ച് ഒരു വൈറ്റ് സോസ് അതിൽ തന്നെ റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ചിക്കൻ ഓൾറെഡി ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഓയിലും ബട്ടറും കൂടിയാണ് കേട്ടോ ആദ്യം ആഡ് ചെയ്ത് കൊടുത്തത്. ബട്ടറും കൂടി കുറച്ച് ഇട്ട് കൊടുക്കണം. അപ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. ബട്ടറിൽ ഗാർലിക് ഒന്ന് നന്നായിട്ട് സോട്ടയായി വരുമ്പോൾ ഭയങ്കര ഒരു ഫ്ലേവറാണ് കേട്ടോ. പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും ക്രീം ചീസ് കുറച്ചിരിപ്പുണ്ടായിരുന്നു, അതും കൂടി ഇട്ടിട്ട് നല്ലൊരു വൈറ്റ് ക്രീമി സോസ് ഉണ്ടാക്കിയെടുത്തു. എന്നിട്ട് അതിലേക്ക് നമ്മുടെ വേവിച്ച പാസ്തയും ഫ്രൈ ചെയ്ത് ചിക്കനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ക്രീമി പാസ്ത റെഡിയായി കിട്ടും. ഇവിടെ പാസ്ത ഭയങ്കര റണ്ണിങ് ആണ് കേട്ടോ. ഏറ്റവും കൂടുതൽ ഇഷ്ടം ഹാസിമിനാണ്. അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പാസ്ത ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും കുറച്ച് കൂടുതൽ ഉണ്ടാക്കും. ഞാൻ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയ്ക്ക് എൻ്റെ പാത്രം അതിൻ്റെ അകത്തേക്ക് താഴേക്ക് വീണ് പോയിട്ടാണ്. പിന്നെ ഇതിലേക്ക് നമ്മുടെ വേവിച്ച ചിക്കനും ഞാൻ നീളത്തിൽ കട്ട് ചെയ്തിട്ട് അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ പാസ്തയുടെ പരിപാടി കഴിഞ്ഞു. ഇതൊരു ഇംഗ്ലീഷ് ടച്ചുള്ളൊരു പൊട്ടറ്റോ ബോൾസ് ആണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മളെപ്പോഴും ഒരു നാടൻ മസാലയിലൊക്കെ അല്ലേ പൊട്ടറ്റോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നല്ലൊരു ഫ്ലേവർ ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ നോർമൽ ഒറിഗാനോ, പാപ്രിക്ക, ഗാർലിക് പൗഡർ, ഓനിയൻ പൗഡർ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് പൊട്ടറ്റോ നന്നായിട്ട് വേവിച്ചിട്ട് സ്മാഷ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിലേക്ക് ചെറിയൊരു ചീസ് സെൻറ്ററിൽ വെച്ചിട്ട് ബോൾസ് ആക്കി എടുക്കുക. എന്നിട്ട് നമുക്ക് ഓയിലിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു മൈൽഡ് ടേസ്റ്റുള്ള ഒരു പൊട്ടറ്റോ ബോൾസ്
കിട്ടും. ഇവിടെ ഞാനും ഹംദാനും ഹാസിമും എല്ലാം പൊട്ടറ്റോ നന്നായിട്ട് ഇഷ്ടമുള്ള ആൾക്കാരാണ്. ഇക്കാക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഹെവി ഫ്ലേവറൊന്നും ഇല്ലാതെ ലൈറ്റായിട്ടുള്ളത്. ഒരു കാര്യം വിട്ടുപോയി, കോൺഫ്ലവറും കൂടി ആഡ് ചെയ്യണം കേട്ടോ, എന്നാലാണത് സെറ്റായിട്ട് വരുള്ളൂ. കോൺഫ്ലവർ ഒരു 1-2 ടേബിൾ സ്പൂൺ കൂടുതൽ ആഡ് ചെയ്താലാണ് നമുക്ക് അത് പിടിക്കാൻ പാകത്തിനുള്ള, ബോൾസ് ആക്കി എടുക്കാൻ പാകത്തിനുള്ള രീതിയിലായി വരുള്ളൂ. അങ്ങനെ പാസ്തയും പൊട്ടറ്റോ ബോൾസും പിന്നെ കല്ലുമ്മക്കായ വാങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് തന്നെ ഇവിടെ ഇഷ്ടംപോലെ ലേഡീസ് സെയിലുണ്ട് കേട്ടോ. അപ്പോൾ കല്ലുമ്മക്കായി നല്ല ഒതൻറ്റിക് ടേസ്റ്റിൽ നമ്മുടെ അരി അരച്ചിട്ടുണ്ടാക്കുന്ന ടൈപ്പ് ഉണ്ടല്ലോ, അപ്പോൾ അതുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചായ കുടിക്കുന്ന സമയത്ത് ഇവിടെ നിസ്കരിക്കുന്ന സീന് ചെറുതായിട്ടൊന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. ഇവർ നിസ്കരിക്കുന്നതിൻ്റെ ഇടയിൽ ഹാസിം അതേപോലെ തന്നെ ആക്ട് ചെയ്യും. അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് വീഡിയോ എടുത്തതാണ്. ഞാൻ വന്നപ്പോഴത്തേനും ആള് എണീറ്റിട്ടുണ്ടായിരുന്നു. അങ്ങനെ 9:45 ഒരു 10 മണിയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഫോർസ്ക്വയറിൻ്റെ അവിടെ ഹാസിമിനെയായിട്ട് വന്നതാണ്. അപ്പോൾ ഹാസിമ് നല്ല സൈക്കിൾ ഔട്ടിലും പരിപാടിയാണ് കേട്ടോ. അപ്പോൾ തറാവീസ്കാരം കാര്യങ്ങളും കഴിഞ്ഞ് ആൾക്കാർ പള്ളിയിൽ നിന്ന് ഇറങ്ങുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ ആറോനും അവിടെ നല്ല ഫ്രണ്ട്സൊക്കെ ആയിട്ട് നല്ല കളിയാണ്. അപ്പോൾ ഇന്ന് എൻ്റെ ഫ്രണ്ട്സ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഫോർസ്ക്വയറിലിരുന്നു. വണ്ടിയുള്ള സമയത്ത് ഹാസിമ ആ വണ്ടി ഓടിച്ച് അങ്ങനെ നടന്നോളും. അങ്ങനെ ഞങ്ങളൊരു ക്ലബ് സാൻഡ്വിച്ചിൻ്റെ ഒരു പ്ലേറ്ററാണ് കേട്ടോ പറഞ്ഞത്. എല്ലാവരും കുട്ടികളും എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു പ്ലേറ്റ് പറഞ്ഞു. അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഹാസിമിനെ ഞാൻ നേരെ വീട്ടിൽ കൊണ്ടുപോയി ആക്കിയിട്ട്, അപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് തന്നെ വേറൊരു ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ദേഹിപ്പൂരി, പൂരി ബാജി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ കയറിയതാണ്. അങ്ങനെ ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും ഞങ്ങൾ കൂടാന്ന് പ്ലാൻ ചെയ്ത് തന്നെ പുറത്തേക്ക് ഇറങ്ങിയതാണ്. കാരണം കുട്ടികളുടെ എക്സാമും നോമ്പും ഒക്കെ ആയിട്ട് വീട്ടിലിരുന്ന് സത്യം പറഞ്ഞാൽ വട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് കണ്ട് ഒരു ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം സംസാരിച്ചിരുന്ന് കഴിയുമ്പോൾ ഒരു റിലാക്സ് ആണല്ലോ. അപ്പോൾ ഇത്രയൊക്കെയാണ് 2-3 ദിവസത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, റെസിപ്പീസൊക്കെ ട്രൈ ചെയ്യുക. മറ്റൊരു വ്ളോഗിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും റമളാൻ മുബാറക്.